ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എസ് എ ടൈപ്പായിട്ട് കഴിഞ്ഞ കുറച്ച് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം 2 ചാപ്റ്ററുകളിലായിട്ടാണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് മർജർ സ്ട്രാറ്റജി അഥവാ മർജർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയും 2 ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയാണ് വരുന്നത്. എല്ലാ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കിക്കോളൂ. ഈ 2 ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലം എസ് എ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ മർജർ സ്ട്രാറ്റജിയിലെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരേ പാറ്റേണുള്ള കുറച്ച് ഫിഗറിൽ മാത്രം വ്യത്യാസം വരുത്തി, പേരിൽ മാത്രം വ്യത്യാസം വരുത്തിയിട്ടുള്ള ഒരേപോലത്തെ കോൺസിക്യൂട്ടീവ് ഇയറിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഒരേപോലത്തെ 2 ക്വസ്റ്റ്യൻ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇത് പഠിക്കാതെ പോവരുത്, കാരണം ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ മിക്കതും വരാൻ ചാൻസ് ഉണ്ട്. ഇക്കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പാറ്റേണിൽ, അതായത് മർജർ സ്ട്രാറ്റജിയിൽ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് റിലേറ്റിംഗ് ടു എക്വയറിംഗ് ഫേം മാർക്ക് ലിമിറ്റഡ് ആൻഡ് ടാർഗറ്റഡ് ഫേം മാസ്ക് ലിമിറ്റഡ്. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഫേമാണ്. ഒരു ഫേം മാർക്ക് എന്ന് പറഞ്ഞ ഫേം മാസ്ക് എന്ന് പറഞ്ഞ ഫേമിനെ എക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടാർഗറ്റഡ് ഫേം മാസ്കും എക്വയറിംഗ് ഫേം മാർക്കുമാണ് കേട്ടോ. അതിലെ ബാക്കിയുള്ള ഡാറ്റകൾ വായിക്കാം. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് EAT തന്നിട്ടുണ്ട്. 200 ലാക്കും 400 ലാക്കുമാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 200 ലാക്കും 100 ലാക്കുമാണ് തന്നിരിക്കുന്നത്. പിന്നെ PE റേഷ്യോ തന്നിട്ടുണ്ട് 10ഉം 5ഉം ടൈംസ് ആണ്. 10 ടൈംസും 5 ടൈംസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ആൻസർ ചെയ്യേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ സ്വാപ്പ് റേഷ്യോ ബേസ്ഡ് ഓൺ കറണ്ട് മാർക്കറ്റ് പ്രൈസ്? എന്താണ് സ്വാപ്പ് റേഷ്യോ? എന്താ ഈ സ്വാപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് റേഷ്യോ, വേറെ ഒന്നുമില്ല. എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ്. അതാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് EPS ഓഫ് മാർക്ക് ലിമിറ്റഡ് ആഫ്റ്റർ എക്യൂസിഷൻ ആണ്. EPS ഏർണിംഗ് പെർ ഷെയർ ഓഫ് മാർക്ക് ലിമിറ്റഡ് ഇതിന് ശേഷം ആഫ്റ്റർ എക്യൂസിഷന് ശേഷം പുതിയ കമ്പനി ആയതിനു ശേഷം ഉള്ള EPS എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഓഫ് മാർക്ക് ലിമിറ്റഡ് ആഫ്റ്റർ എക്യൂസിഷൻ അസ്യൂമിങ് PE റേഷ്യോ ഓഫ് ദ മാർക്ക് ലിമിറ്റഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇതിന് ശേഷമുള്ളത്, മർജറിന് ശേഷമുള്ളത്, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അത് കണ്ടുപിടിക്കാൻ PE റേഷ്യോയിൽ ബിഫോർ മർജർ PE റേഷ്യോ എത്രയാണോ അത് തന്നെയാണ് ആഫ്റ്റർ മർജർ PE റേഷ്യോ മാർക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിറ്റർമിൻ ദ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത് മാർക്കറ്റ് വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് ഫേം. ഓക്കെ, ആഫ്റ്റർ മർജറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഗെയിൻ ഓർ ലോസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് കമ്പനീസ് ആഫ്റ്റർ എക്യൂസിഷൻ. നമ്മുടെ എക്യൂസിഷന് ശേഷം നമ്മളോട് ചോദിച്ചേക്കാണ് മാർക്ക് ലിമിറ്റഡിന് എത്ര ഗെയിൻ ഉണ്ടായി, മാർക്ക് ലിമിറ്റഡിലെ മാത്രം ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഗെയിൻ ഈ എക്യൂസിഷൻ്റെ ഫലമായിട്ടുണ്ടായി. അതേപോലെ തന്നെ മാസ്ക് ലിമിറ്റഡിലെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് 2 ഷെയർ ഹോൾഡേഴ്സിനെ എടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനും എത്രയാണ് ഗെയിൻ ഉണ്ടായിരിക്കുന്നത് അഥവാ ലോസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടിയും ആൻസർ ചെയ്യണം. അപ്പോൾ അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സ്വാപ്പ് റേഷ്യോ ആണ്. സ്വാപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്വാപ്പ് റേഷ്യോ ആണ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്വാപ്പ് റേഷ്യോ അഥവാ എക്സ്ചേഞ്ച് റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് റേഷ്യോ വേണമെങ്കിൽ ആദ്യം മാർക്കറ്റ് പ്രൈസ് അറിയണം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടോ നോക്കിയേ? തന്നിട്ടില്ല. EAT തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്, PE റേഷ്യോ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടില്ല? മാർക്കറ്റ് പ്രൈസ് തന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കിയേ. PE റേഷ്യോ തന്നിട്ടുണ്ട്. എന്താ ഈ PE റേഷ്യോയുടെ ഫുൾ ഫോം? PE റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ? പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ്. മനസ്സിലായോ? അപ്പോൾ
PE റേഷ്യോ കണക്കിൽ തന്നിട്ടുണ്ട്, EPSും നമുക്ക് അറിയാമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എളുപ്പമായി അല്ലേ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ്, മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു സമത്തിൻ്റെ പ്രത്യേകം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്തായി, PE റേഷ്യോ ഇൻറ്റു EPS ആണ്. മനസ്സിലായോ? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ, മാർക്കറ്റ് പ്രൈസ് ഇവിടെ ഏത് മാർക്കറ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്, ബിഫോർ മർജറിൻ്റെ കേട്ടോ, BM എന്ന് പറഞ്ഞാൽ ബിഫോർ മർജറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, PE റേഷ്യോ ബിഫോർ മർജർ ഓക്കെ ഇൻറ്റു EPS ബിഫോർ മർജർ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ഇത് രണ്ടിലും എന്തെങ്കിലുമൊക്കെ കണക്കിൽ തന്നിട്ടുണ്ടോ നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതാണ്, PE റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷേ EPS തന്നിട്ടില്ല. ഓക്കെ, ബിഫോർ മർജർ EPS നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ബിഫോർ മർജർ EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനും വേറെ എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. EPS എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിലുള്ള ഏണിങ്സ്. അപ്പോൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഇട്ടാൽ മതി അല്ലേ. EPS ബിഫോർ മർജർ എന്ന് പറയുന്നത് EAT, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ബിഫോർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ. ഇത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, EPS കിട്ടും. ഓക്കെ, EPS കിട്ടിയാൽ EPSും PE റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിച്ചാലാണ് ഈ എക്സ്ചേഞ്ച് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്വാപ്പ് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ EPS ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ EAT ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇല്ലേ, ക്വസ്റ്റ്യനിൽ EAT ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് കമ്പനിയുടെയും EPS ബിഫോർ മർജർ കണ്ടുപിടിച്ചൂടെ. അപ്പോൾ നമുക്കിതുപോലെ വരയ്ക്കാം. എന്താണ്, മാർക്ക് ലിമിറ്റഡിന് ഒരു കോളം വരച്ചു, അതുപോലെ മാസ്ക് ലിമിറ്റഡിനും ഒരു കോളം വരച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഇക്വേഷനിലേക്ക് എത്തിക്കാനുള്ള രണ്ട് ഡാറ്റ ഇവിടെയുണ്ട്. അപ്പോൾ EPS ബിഫോർ മർജർ ഈക്വൽ ടു എന്താ, EAT ബിഫോർ മർജർ. ക്വസ്റ്റ്യനിലുണ്ടല്ലോ EAT, മാർക്കിൻ്റെ EAT എത്രയാണ് നോക്കിയേ, 2000 അല്ലേ. 2000 എന്താണ്, ലാക്കാണ്, എന്ന് കൊടുത്തു ലാക്കിന് കേട്ടോ. അപ്പോൾ 2000 ലാക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ. ക്വസ്റ്റ്യനിലുണ്ട് 200 ലാക്ക് അല്ലേ. അപ്പോൾ 2000 ഡിവൈഡഡ് ബൈ 200, 10 രൂപ അല്ലേ, 10 അല്ലേ വരണത്. EPS ബിഫോർ മർജർ 10 കിട്ടി. മനസ്സിലായോ? ഇനി മറ്റേതിൻ്റെ നോക്കിയേ, എന്താണ്, മാസ്കിൻ്റെ നോക്കിയേ. മാസ്കിൻ്റെ നമ്മുടെ EAT എത്രയാണ് നോക്കാം. മാസ്കിൻ്റെ EAT എന്ന് പറയുന്നത് എത്രയാ, 400 രൂപയാണ്, 400 ലാക്കാണ്. അപ്പോൾ 400 ലാക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസോ 100 ലാക്ക്, 100 അല്ലേ, 100 ലാക്ക്. അങ്ങനെ വരുമ്പോൾ 400/100 ഈക്വൽ ടു എത്ര വന്നു, 4. ഓക്കെ, അപ്പോൾ EPS ബിഫോർ മർജർ രണ്ടിൻ്റെയും കിട്ടിയില്ലേ. EPS ബിഫോർ മർജർ എന്ന് പറയുന്നത് എത്രയാണ്, ആദ്യത്തേൻ്റെ 10ഉം രണ്ടാമത്തേൻ്റെ 4. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, EPS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടാം, മാർക്കറ്റ് പ്രൈസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ. കാരണം മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, PE റേഷ്യോ ബിഫോർ മർജർ ഇൻറ്റു EPS ബിഫോർ മർജർ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, PE റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, EPS നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു, ഓക്കെ, ഇക്വേഷൻ ഇവിടെ ഉണ്ട്, PE റേഷ്യോ ബിഫോർ മർജർ. മാർക്കിൻ്റെ PE റേഷ്യോ എത്രയാണ് നോക്കിയേ, ക്വസ്റ്റ്യനിൽ 10 ആണ്. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു, ഓക്കെ, EPS ബിഫോർ മർജർ 10 ഇൻറ്റു 10 എന്ത് വന്നു, 100 വന്നു. ക്ലിയർ ആയോ? ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാസ്കിൻ്റെയും കണ്ടുപിടിക്കാം. മാസ്കിൻ്റെ എത്രയാണ് വരണേ നോക്കിയേ, PE റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നേക്കണേ, 5 ആണ് PE റേഷ്യോ ഇൻറ്റു EPS എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചേ, 4. 4 20 ആരുടെ വരണത്, നമ്മുടെ എന്താണ്, മാർക്കറ്റ് പ്രൈസ് മാസ്കിൻ്റെ വരണം. അപ്പോൾ രണ്ടിൻ്റെയും മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചോ. ഇങ്ങനെയാണ്, ആദ്യത്തേൽ 100ഉം, ആദ്യത്തെ കമ്പനിക്ക് 100ഉം രണ്ടാമത്തെ കമ്പനിക്ക് 20ഉമാണ് മാർക്കറ്റ് പ്രൈസ്. കണ്ടോ? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടിയാൽ അത് വെച്ചിട്ട് എന്താണ്, നമുക്ക് എക്സ്ചേഞ്ച് റേഷ്യോ അഥവാ സ്വാപ്പ് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ നമുക്ക് നോക്കാം കേട്ടോ. എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ്, അത് ഇക്വേഷൻ നമുക്ക് നോക്കിയാലോ. സ്വാപ്പ് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഇങ്ങനെയാണ് വരിക. മാർക്കറ്റ് പ്രൈസ് ആരാണോ നമ്മൾ ആദ്യം എഴുതേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ടാർജറ്റഡ് കമ്പനി. ഓക്കെ, ടാർജറ്റഡ് എന്താണ് കമ്പനി ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്വയറിംഗ് കമ്പനി. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ടാർജറ്റഡ് കമ്പനി ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്വയറിംഗ് കമ്പനി. അപ്പോൾ ഇവിടെ ടാർജറ്റഡ് കമ്പനി എന്ന് പറയുന്നത് മാസ്ക് ആണ്, നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് മാസ്ക് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് എന്താണ് മാർക്കാണ്. മനസ്സിലായോ? മാസ്ക് ഡിവൈഡഡ് ബൈ മാർക്കാണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എപ്പോഴും ഏത് എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്താണ് ടാർജറ്റഡ് കമ്പനിയുടെ ന്യൂമറേറ്റർ ആയിട്ടും എന്താണ് എക്വയറിംഗ് കമ്പനിയുടെ എന്താണ് ഡിനോമിനേറ്റർ ആയിട്ടും എഴുതണം കേട്ടോ എപ്പോഴും. ഇപ്പോൾ എന്താണ് മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് റേഷ്യോയ്ക്ക് പകരം EPSനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് റേഷ്യോ ചോദിക്കുകയാണെങ്കിലും ഇതന്നെ EPS ഓഫ് ടാർജറ്റഡ് കമ്പനി ഡിവൈഡഡ് ബൈ EPS ഓഫ് എക്വയറിംഗ് കമ്പനി. ക്ലിയർ ആയോ? അപ്പോൾ എപ്പോഴും എക്സ്ചേഞ്ച് റേഷ്യോയുടെ ഇക്വേഷൻ അതാണ്. അപ്പോൾ നമ്മുടെ അതേ ബേസിൽ നമുക്ക് കണക്ക് ചെയ്താലോ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ടാർജറ്റഡ് കമ്പനി ഇവിടെ എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ടാർജറ്റഡ് കമ്പനി എന്ന് പറയുന്നത് 20 കണ്ടോ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 100 അഥവാ 0.2:1 കണ്ടോ. അപ്പോൾ എന്താണ് എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 0.2:1 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരണത്. അപ്പോൾ ഇതിൻ്റെ മീനിങ്ങും കൂടി നമുക്ക് എഴുതി വയ്ക്കാം. എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് 0.2:1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഇതാണ്: 0.2 ഷെയർസ് ഓഫ് എന്താണ് മാർക്ക് ലിമിറ്റഡ് അഥവാ എക്വയറിംഗ് കമ്പനി. മനസ്സിലായോ? മാർക്ക് ലിമിറ്റഡ് ഫോർ എവരി ഷെയർസ് ഓഫ് ഇതാണ് മാസ്ക് ലിമിറ്റഡ്. മാസ്ക് ലിമിറ്റഡിൻ്റെ എവരി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അല്ലെങ്കിൽ എവരി ഷെയർസ് ഓഫ് മാസ്ക് ലിമിറ്റഡ്. മാസ്ക് ലിമിറ്റഡിൻ്റെ എല്ലാ ഓരോ ഷെയർ ഹോൾഡർക്കും മാർക്കിൻ്റെ എന്താണ് 0.2 ഷെയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്കതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കത് ആവശ്യം വരും. എന്താണ് എത്ര ഷെയർ കൊടുത്തിട്ടുണ്ടാവും? മാസ്കിന് ഇത് വാങ്ങിക്കാൻ വേണ്ടി എത്ര ഷെയർ കൊടുത്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഈ എക്സ്ചേഞ്ച് റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ബൈ മാർക്ക് ലിമിറ്റഡ് ടു മാസ്ക് ലിമിറ്റഡ്. ഓക്കെ, മാസ്ക് ലിമിറ്റഡിന് എത്ര ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുത്തു എന്ന് കണ്ടുപിടിക്കാം. അവരുടെ ഓരോ ഷെയറുള്ള ആൾക്കും പുതിയ കമ്പനിയുടെ അഥവാ മാർക്ക് ലിമിറ്റഡിൻ്റെ 0.2 ഷെയർ കിട്ടും. അപ്പോൾ അവർക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് നോക്കിയേ. അവരുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അവരുടെ നമ്പർ ഓഫ് ഷെയർസ് 100 lakh ആണ് അല്ലേ. അപ്പോൾ 100 lakhന് അപ്പോൾ 100 lakh ഡിവൈഡഡ് ബൈ എന്നാണ് ഒരു ഷെയറുള്ള ആൾക്ക് പുതിയ കമ്പനിയുടെ 0.2 ഷെയർ കിട്ടും. അപ്പോൾ 100/1 × 0.2 അഥവാ 100 × 0.2 അപ്പോൾ 20 lakh ഷെയർസ് ആണ് കിട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 20 lakh ഷെയർസ് ആണ് മാസ്കിന് ആരുടെ നിന്ന് കിട്ടുക? മാർക്കിൻ്റെ നിന്ന് കിട്ടുക. പുതിയ കമ്പനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. പുതിയ കമ്പനിയായിട്ട് എന്താണ് മർജ് ചെയ്യുമ്പോൾ മാസ്കിൽ ഓരോ ഷെയർ ഹോൾഡർക്കും പുതിയ കമ്പനിയുടെ 0.2 ഷെയർസ് കിട്ടും. അങ്ങനെ മൊത്തം 20 lakh ഷെയർസ് അവർക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇത്രയും കൂടി എഴുതി വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് EPS ഓഫ് മാർക്ക് ലിമിറ്റഡ് ആഫ്റ്റർ എക്യൂസിഷൻ ആണ്. എക്യൂസിഷന് ശേഷം നമ്മുടെ എന്താണ് മാർക്ക് ലിമിറ്റഡിൻ്റെ EPS എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ EPS ആഫ്റ്റർ മർജർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? EPS ആഫ്റ്റർ മർജർ. EPS ആഫ്റ്റർ മർജർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയണം. EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ നോക്കിയതാണ് അല്ലേ. അപ്പോൾ EPS ആഫ്റ്റർ മർജർ എന്ന് പറയുന്നത് EAT ആഫ്റ്റർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ.
മർജറിന് ശേഷമുള്ള EATയും മർജറിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർസും നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് EPS. അപ്പോൾ EAT ആഫ്റ്റർ മർജർ എങ്ങനെ കണ്ടുപിടിക്കും? ബിഫോർ മർജറിൻ്റെ EATകൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ ആഫ്റ്റർ മർജറിൻ്റെ EAT കിട്ടും. ബിഫോർ മർജറിൽ മാർക്കിന് എത്രയായിരുന്നു നോക്കിയേ? 2000 അല്ലേ? 2000 ലാക്ക് അല്ലേ? അപ്പോൾ 2000 ലാക്ക് പ്ലസ് പിന്നെ മാസ്കിൻ്റെ നോക്കിയേ 400 ലാക്ക്. മനസ്സിലായോ? അപ്പോൾ 2000 ലാക്ക് പ്ലസ് 400 ലാക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ എത്രയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ EAT ആഫ്റ്റർ മർജർ മനസ്സിലായി. 2000 ലാക്കും 400 ലാക്കും കൂടി കൂട്ടിയതാണ് രണ്ട് കമ്പനിയുടെയും ബിഫോർ മർജർ EAT കൂട്ടിയതാണ് ആഫ്റ്റർ മർജർ EAT വരിക എപ്പോഴും കേട്ടോ. ഇനി നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള ഷെയർ, നമ്മൾ എന്ന് പറഞ്ഞാൽ മാർക്ക് ലിമിറ്റഡിൻ്റെ ഉള്ള ഷെയർസ് അതുപോലെ തന്നെ ഉണ്ട്. പ്ലസ് മാസ്കിന് കൊടുത്ത 20 ലാക്ക് ഷെയറും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാണെന്ന് നോക്കിയ ക്വസ്റ്റ്യനിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാ? 200 ലാക്ക് ഉണ്ട് അല്ലേ? മാർക്കിൻ്റെ ഓൾറെഡി 200 നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഉണ്ട്. പ്ലസ് നമ്മൾ മാസ്കിന് കൊടുത്ത 20 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ 20 ലാക്ക്. അങ്ങനെ 220 ലാക്കാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മനസ്സിലായോ? മർജറിന് ശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 220 ലാക്ക് ഉണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന 200 ലാക്കും പ്ലസ് ഞാൻ ആർക്ക് കൊടുത്തത്? മാസ്കിന് കൊടുത്ത 20 ലാക്കും. 100 ലാക്കുള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഇവിടുന്ന് എത്രയാണ് കൊടുത്തത്? 20 ലാക്കാണ് കൊടുത്തത്. അപ്പോൾ 20 ലാക്കും. അങ്ങനെ മൊത്തം ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര കമ്പനിയിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 220 ലാക്ക് ഉണ്ട്. അപ്പോൾ EPS കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 2400 ലാക്ക് അല്ലേ ഡിവൈഡഡ് ബൈ 220 ലാക്ക്. കണ്ടോ? അതൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ ആൻസർ കിട്ടും 10.91. ഓക്കെ. അപ്പോൾ EPS ആഫ്റ്റർ മർജർ എന്ന് നമുക്ക് കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി 10.91 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കണോ. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ നോക്കിയേ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഓഫ് മാർക്ക് ലിമിറ്റഡ് ആഫ്റ്റർ അക്യൂസിഷൻ ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട്? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. എന്ത്? ആഫ്റ്റർ മർജറിന് ശേഷം അക്യൂസിഷന് ശേഷമുള്ള മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? PE റേഷ്യോയിൽ മാറ്റമില്ല എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ ബിഫോർ മർജറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു. അതേ ഇക്വേഷൻ തന്നെ, അത് ആഫ്റ്റർ മർജറിന് ഉള്ളതാണെന്ന് മാത്രം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു PE റേഷ്യോ. ഓക്കെ. PE റേഷ്യോ ഇവിടെ എന്താ വേണ്ടത്? ആഫ്റ്റർ മർജറിലേ വേണ്ട. മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ മർജറിലേ വേണ്ട. അപ്പോൾ PE റേഷ്യോ ആഫ്റ്റർ മർജറിൽ വേണം. ഇൻറ്റു PE റേഷ്യോയും വേണം, EPSും വേണം അല്ലേ? EPS ആഫ്റ്റർ മർജർ. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. PE റേഷ്യോ ആഫ്റ്റർ മർജറിൻ്റെ കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബിഫോർ മർജറിന് മാർക്കിന് എത്രയായിരുന്നോ PE റേഷ്യോ അത് തന്നെയാണ് ആഫ്റ്റർ മർജർ അതിന് ഉള്ളത്. അതായത് റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PE റേഷ്യോ പണ്ടത്തെ എത്രയായിരുന്നു നോക്കിയേ? 10 അതേ 10 തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മനസ്സിലായോ? ഇൻറ്റു EPS എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. EPS ആഫ്റ്റർ മർജർ എത്രയാ? 10.91. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഈക്വൽ ടു 10 ഇൻറ്റു 10.91. അപ്പോൾ നമുക്ക് കിട്ടി 109.1. മനസ്സിലായോ? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആഫ്റ്റർ മർജർ 109.1 കിട്ടി. അപ്പോൾ മൂന്നാമത്തെ ആൻസറും നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നാലാമത്തെ ആൻസർ നമുക്ക് എന്താ നോക്കാം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാർക്കറ്റ് വാല്യൂ എന്നാണ് ഓഫ് മർജ്ഡ് ഫേം ആണ് ചോദിച്ചേക്കണം. അപ്പോൾ മർജറിന് ശേഷമുള്ള മാർക്കറ്റ് വാല്യൂ ആണ് ചോദിച്ചേക്കണം. മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ മർജർ എന്ന് നമുക്ക് പറയാം. മർജറിന് ശേഷമുള്ള മാർക്കറ്റ് വാല്യൂ എന്താണ്? മർജറിന് ശേഷമുള്ള നമ്മുടെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് മർജറിന് ശേഷമുള്ള മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഓക്കെ അറിയാമെങ്കിൽ അതേ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ മതി അല്ലേ? മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ ചെയ്താൽ മതി.
ക്ലിയർ ആയോ? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആഫ്റ്റർ മർജർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് വാല്യൂ കിട്ടും അല്ലേ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം മാർക്കറ്റിൻ്റെ വാല്യൂ ആണ്, മാർക്കറ്റിലെ കമ്പനിയുടെ വാല്യൂ ആണ്. അതായത് ഒരു ഷെയറിൻ്റെ വില ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് വാല്യൂ കിട്ടും. അതിൽ നമുക്കറിയാലോ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമ്മൾ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ലേ? 109 രൂപ 10 പൈസ അല്ലേ. 109.1 കിട്ടിയേക്കണേ. അതേ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് നമുക്കറിയാലോ EPS കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ചെയ്തില്ലേ? നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ എത്രയാ? മാർക്കിൻ്റെ പഴയതും പ്ലസ് മാസ്കിന് കൊടുത്തതും എത്രയാ? 200ഉം പ്ലസ് 20ഉം 220 ലാക്ക് നമുക്കറിയാലോ. അപ്പം ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ നമുക്ക് എന്തായി? മാർക്കറ്റ് വാല്യൂ ആയി. എത്രയാ നോക്കിയേ മാർക്കറ്റ് വാല്യൂ അപ്പോൾ വരുന്നത്? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 24,002 എന്താണ്? ലാക്കാണ് എന്തായിട്ട് വരുന്നത്? മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ മർജർ ആയിട്ട് വരുന്നത് 24,002 ആണ് വരുന്നത് കേട്ടോ. 24,002 ലാക്ക്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ മർജർ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, അതെന്താണെന്ന് നോക്കാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഗെയിൻ ഓർ ലോസ്, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കണേ കേട്ടോ. കാൽക്കുലേറ്റ് ഗെയിൻ ഓർ ലോസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് എന്താണ് കമ്പനീസ് ആഫ്റ്റർ എക്യൂസിഷൻ ആണ്. അപ്പോൾ എക്യൂസിഷനും കഴിഞ്ഞിട്ട് ഓരോ പഴയ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനും എത്ര ഗെയിൻ കിട്ടി, എത്ര ലോസ് ഉണ്ടായി എന്നാണ് ചോദ്യം. അപ്പോൾ ലാസ്റ്റ് ചോദ്യം ഇതാണ്, ഗെയിൻ ഓർ ലോസ് ആണ്. ഗെയിൻ ഓർ ലോസ്. ഓക്കെ, എന്തിന്? ഓരോ കമ്പനികളിലെ ഷെയർ ഹോൾഡേഴ്സിനും ഉണ്ടായ ഗെയിൻ ഓർ ലോസ് എന്തിന് ശേഷം? മർജറിന് ശേഷം. അപ്പോൾ ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ഗെയിൻ ഓർ ലോസ് എന്താണ്? അത് രണ്ട് കമ്പനിക്കാരുടെയും കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഇക്വേഷനാണ് പറയണത്. നമുക്ക് മർജറിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഷെയറും ഒരു ഷെയറിൻ്റെ വിലയും ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം. മർജറിന് ശേഷം നമ്മുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് ഈ അവരുടെ കയ്യിലെ പോർഷൻ വിറ്റാൽ എത്ര കയ്യിൽ കാശ് കിട്ടും നോക്കാം. മൈനസ് അവർക്ക് ഈ മർജറിന് മുമ്പ് അവരുടെ മൂല്യം എത്രയാണെന്ന് നോക്കുക. അത് മൈനസ് ചെയ്താൽ നമുക്ക് ഗെയിൻ ആണോ ലോസ് ആണോ എന്നറിയാം. അപ്പോൾ മർജറിന് ശേഷം അവരുടെ ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റാൽ അവർക്ക് എത്ര കാശ് കിട്ടും. അത് അതേപോലെ തന്നെ മർജറിന് മുമ്പ് അവരുടെ ഷെയറിൽ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റാൽ എത്ര കാശ് കിട്ടും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗെയിൻ അഥവാ ലോസ്. അപ്പോൾ മർജറിന് ശേഷം അവർക്കുള്ള മാർക്കറ്റിലുള്ള വില, അവരുടെ ഷെയറിനുള്ള മാർക്കറ്റിലെ വില ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മർജറിന് ശേഷമുള്ള മാർക്കറ്റ് പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ മർജർ ഏത് കമ്പനി ഏത് ഇതാണെങ്കിലും മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ മർജർ. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആഫ്റ്റർ മർജർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. ഏത് കമ്പനിയുടെ വെച്ചെങ്കിൽ അത് കേട്ടോ മൈനസ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ മർജർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ മൈനസ് മാർക്കറ്റ് പ്രൈസ് ബിഫോർ മർജർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് എഴുതേണ്ടത്. അപ്പം മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ മർജർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ മൈനസ് മാർക്കറ്റ് പ്രൈസ് ബിഫോർ മർജർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം മാർക്കിൻ്റെ നോക്കാം കേട്ടോ. മാർക്കിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മാർക്കിലെ ഷെയർ ഹോൾഡേഴ്സിന് മർജറിന് ശേഷം ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില എത്ര കിട്ടണ്ടേ? നമ്മൾ കണ്ടുവല്ലോ, 109 രൂപ 10 പൈസയാണ് അവർക്കൊരു ഷെയറിന് കിട്ടണേ. അവർക്ക് അവരുടെ കയ്യിൽ എത്രയുണ്ട്? മർജറിന് ശേഷവും അവരുടെ കയ്യിൽ സെയിം നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. മാർക്കിലെ പഴയ ഷെയർ ഹോൾഡേഴ്സിന് പുതിയ കമ്പനിയായിട്ട് ശേഷവും അതേ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ് അവരുടെ കയ്യിലുള്ളത്. എത്രയാ? 200 അല്ലേ? അവരുടെ 200 അല്ലേ ഉള്ളത്? മറ്റവർക്കല്ലേ മാറ്റം വരുത്തിയേക്കണത്? അവർക്ക് പണ്ടും 200 ആയിരുന്നു. മർജറിന് ശേഷവും അവരുടെ കയ്യിൽ എത്ര തന്നെയാണ്? 200 ലാക്ക് ഷെയർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ 109.1 ഇൻറ്റു 200 ലാക്ക് മൈനസ് മർജറിന് മുമ്പുള്ളവരുടെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് കണ്ടുപിടിച്ചേക്കണേന്ന് നോക്കിയേ, 100 ഓക്കെ, ബിഫോർ മർജറിന് മുമ്പ് അവരുടെ മാർക്കറ്റ് പ്രൈസ് 100 ഇൻറ്റു മർജറിന് മുമ്പുള്ള അവരുടെ നമ്പർ ഓഫ് ഷെയർസ് 200 ലാക്ക് തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ലല്ലോ മാർക്കിൻ്റെ. അപ്പോൾ നോക്കിയേ എന്താ വരണത്? 109.1 ഇൻറ്റു 200 ലാക്ക് എത്രയാണ് വരിക? 109.1 ഇൻറ്റു 200 ലാക്ക് എന്ന് പറഞ്ഞാൽ 21,820 മൈനസ് 100 ഇൻറ്റു 200 20,000 ആണ്.
20,000 ലാക്കാണ്. അപ്പോൾ 21,820 ലാക്ക് മൈനസ് 20,000 ലാക്ക്, അതായത് എന്താണ് 1,820 ലാക്കിൻ്റെ ഗെയിനാണ്. കണ്ടോ, മർജറിന് ശേഷം കൂടിയേക്കാണ്. മർജറിന് മുമ്പ് 200 ലാക്ക് എന്താണ് 20,000 ലാക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയണത്, 1,820 ലാക്കിൻ്റെ ഗെയിനാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്, മാർക്കിലെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മുടെ മാസ്കിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം. മാസ്കിൻ്റെയിൽ നോക്കിയേ, മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ മർജർ എത്രയാ, ഇതേ 109 രൂപ 10 പൈസ തന്നെയാണ്. ഓക്കെ, മർജറിന് ശേഷമുള്ള മാർക്കറ്റ് പ്രൈസ് 109 രൂപ 10 പൈസയാണ്. പക്ഷേ മർജറിന് ശേഷം അവരുടെ കയ്യിൽ പുതിയ കമ്പനിയുടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, അവർക്ക് നമ്മൾ കൊടുത്തത് എത്രയാണ്, നമ്മൾ ആദ്യത്തെ കണക്കിൽ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 20 ലാക്കാണ് കൊടുത്തത് അല്ലേ. 100 ലാക്കുള്ളവർക്ക് എത്രയാണ് പുതിയ കമ്പനിയുടെ ഷെയർ കൊടുത്തത്, 20 ലാക്കാണ് കൊടുത്തത്. അപ്പോൾ 20 ലാക്കേ അവരുടെ കയ്യിൽ പുതിയ കമ്പനിയുടെ ഉള്ളൂ. അത് ഒരു ഷെയറിൻ്റെ വില 109 രൂപ 10 പൈസ കിട്ടും. ഓക്കെ, എന്താ അപ്പോൾ ഇതാണ് മർജറിന് ശേഷം അവരുടെ ഇടയിലുള്ള പൊസിഷൻ. മർജറിന് മുമ്പ് അങ്ങനെയായിരുന്നു, അവർക്ക് ഒരു ഷെയറിൻ്റെ വില എത്രയായിരുന്നു, മർജറിൻ്റെ മുമ്പ് എന്താണ് 20 രൂപയുണ്ടായിരുന്നത്. കണ്ടോ, 20 രൂപയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. 20 രൂപയാണ് മർജറിന് മുമ്പ് അവർക്ക് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. അവരുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയുണ്ടായിരുന്നു, 100 ലാക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായോ? 100 ലാക്ക് ഷെയർ ഹോൾഡേഴ്സിനല്ലേ പുതിയ കമ്പനിയുടെ 20 ലാക്ക് കൊടുത്തേക്കണം. അപ്പോൾ പഴയത് മർജറിന് മുമ്പ് അവരുടെ 100 ലാക്ക് ഉണ്ടായിരുന്നു, ഒരു ഷെയറിന് 20 രൂപയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. മർജറിന് ശേഷം അപ്പോൾ 109.1 ഇൻറ്റു 20 ലാക്കാണ് എന്താണ് നമുക്ക് മർജറിന് ശേഷം. അപ്പോൾ അതിൽ 2,182 ലാക്കാണ് മർജറിന് ശേഷം അവരുടെ മാർക്കറ്റ് വാല്യൂ മൈനസ് മർജറിന് മുമ്പുള്ളവരുടെ മാർക്കറ്റ് വാല്യൂ 2,000 ലാക്കുമാണ്. ഓക്കെ, 20 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2,000 ലാക്കുമാണ്. അപ്പോൾ അവിടെ 182 ലാക്കിൻ്റെ ഗെയിനാണ് ഇവർക്കും കിട്ടിയിരിക്കുന്നത്. 2 പേർക്കും ഗെയിനാണ്. ആദ്യത്തെ മാർക്ക് ലിമിറ്റഡിന് 1,820 ലാക്കിൻ്റെ ഗെയിനും എന്താണ് മാസ്ക് ലിമിറ്റഡിന് എന്താണ് 182 ലാക്കിൻ്റെ ലാക്കാണ് കേട്ടോ, അത് 182 ലാക്കിൻ്റെ ഗെയിനുമാണ് ഇവിടെ എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് 5 ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ മനസ്സിലായോ? സിമ്പിളായിട്ടുള്ളൊരു എസ്സേ ആണ്. ഇനി ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത തൊട്ട് പിന്നത്തെ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എന്താണ് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുഴുവൻ കാണണം, എന്നിട്ട് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എന്താണ് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.